കുരിയാട് ദേശീയപാതയിൽ തകർന്ന ഭാഗത്ത് NHAI ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. അവിടെയും നേരിയ തോതിൽ ആളുകളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം രൂപപ്പെടുന്നുണ്ട്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുകയാണ്. ഇംതിയാസ്, ഇപ്പോഴും അവിടെ പരിശോധന നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചെറിയ ചില പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നുണ്ട് അല്ലേ? അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? സന്ധ്യ, തീർച്ചയായിട്ടും നേരത്തെ ഈ റോഡിന്റെ മുകൾ ഭാഗമായിരുന്നു, മുകൾ ഭാഗമായിരുന്നു അവിടുത്തെ പരിശോധന പൂർത്തിയാക്കി. ഭാഗത്ത് നിന്ന് ആ രീതിയിൽ പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവർ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഈ സംഘങ്ങളോട് പറയുന്നത് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇവിടെ ഓരോ ദിവസം കൂടുന്തോറും ഈ പൊളിഞ്ഞു വീണ സ്ഥലമാണെങ്കിൽ പോലും ഇവിടുത്തെ സ്ഥിതിഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കണ്ട വിള്ളൽ ചെറിയ വിള്ളലാണെങ്കിൽ നാളെ അത് കുറച്ചും കൂടെ വലിയ വിള്ളലായി മാറുന്നു എന്ന രീതിയിലൊക്കെ ഇവിടുത്തെ ജനങ്ങൾ തന്നെ, മറ്റാരും ഇടപെടാത്ത ഇവിടുത്തെ ജനങ്ങൾ തന്നെ അധികൃതരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ അതെല്ലാം വ്യക്തമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും താഴ്ന്നു പോയ ആ സർവീസ് റോഡിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ സംഘം പരിശോധിക്കുന്നത്. നേരത്തെ മുകൾ ഭാഗത്തേക്ക് കയറി ഇരുത്തം കൂരിയാട് എന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. എത്രത്തോളം ഭീകരമായൊരു സാഹചര്യമാണ് അവിടെയെന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. വലിയ ഉയരത്തിലാണ് ആ നിർമ്മിതിയുള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ് താഴേക്ക് പോയത്, ഇടിഞ്ഞു വീണത്. താഴെയുള്ള റോഡ് തകർന്നു പോയി. ആ നിർമ്മാണ ഭാഗങ്ങൾ വീണ സ്ഥലം മാത്രമല്ല, അതിന് സമീപ ഭാഗത്തെയും റോഡെല്ലാം തകർന്നിട്ടുണ്ട്. വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന സമയമായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ സമയത്ത് ആളപായം ഉണ്ടാകാതിരുന്നത്. അത് ഭാഗ്യം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. അത്രത്തോളം വലിയൊരു അപകടമാണ് അവിടെ സംഭവിച്ചത്. അവിടെയാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്.